പോറുന്തോറും ദൈവത്തിൻ്റെ ശബ്ദം വളരെ വളരെ കാര്യമായി ദൈവം സംസാരിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. അതിനെല്ലാറ്റും ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. കർത്താവ് ശക്തമായുള്ള ഇടപെടലുകൾ കൂടെ ആമീൻ പല കുടുംബങ്ങൾക്കകത്തും വലിയ വിടുതലുകളെ ദൈവം ചെയ്ത് കഴിഞ്ഞു. അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനായിരുന്നു പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കാതെ നിൽക്കുന്ന, നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതുമായിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആരെല്ലാം ചെയ്യുമ്പോൾ ആരാണ്ട് ഏതാണ്ട് ചെയ്തതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലല്ലോ, നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും വഴികൾ തടയപ്പെടുമ്പോൾ നമ്മൾ പറയും, എൻ്റെ 90% ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നൊരു ചോദ്യം ഇതാണ്, ബ്രദറെ അയലോക്കംകാർ ഇതുപോലെ എനിക്കിട്ടേണ്ട് ചെയ്തു വെച്ചിരിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ അതിനെ അധികം സംസാരിക്കാറുമില്ല. എനിക്കതിനോടൊന്നും വലിയ താല്പര്യവുമില്ലാത്തതുകൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ ഒരു പ്രേരണ വന്നപ്പോൾ പിശാച് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നൊരു മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ അകത്തൊരു കയ്പിൻ്റെ വേര് കൊണ്ടുവിടുന്ന പോലും പിശാചിൻ്റെ തന്ത്രമാണ്. ഒരാളോട് നമുക്കൊരു വിദ്വേഷമുണ്ടാകുന്നത്, നമ്മുടെ മുൻപിലില്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുന്നത് പോലും പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പിശാചിന് ഒത്തിരി തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളിൽ മനുഷ്യനെ കുടുക്കിക്കളയും. അത് ചിലപ്പോൾ നമ്മുടെ വാക്കുകൊണ്ടായിരിക്കാം, ചിലപ്പം നമ്മൾ അറിയുന്നില്ല, നമ്മളൊരിക്കലും എന്താണ് അതിനകത്ത് കുഴപ്പം. പക്ഷെ നമ്മൾ വിതയ്ക്കാൻ പിശാച് നമ്മളെ വിതയ്ക്കാൻ ഏൽപ്പിക്കുക. ഒരാളെക്കുറിച്ച് നമ്മളൊരു അപവാദം പറയണമെന്ന് വരികിൽ എന്ത് ചെയ്യണം? നമ്മൾ വിതയ്ക്കുക. അടുത്ത ആളിലേക്ക് നമ്മൾ വിതയ്ക്കുക. ആ വിതയ്ക്കുന്നത് അത് 100 മേനിയായി കൊയ്യുക. അപ്പോൾ അതിൻ്റെ പുറകെ ചലിക്കപ്പെടുന്ന ചില പിശാചിൻ്റെ തന്ത്രങ്ങൾ, ഇങ്ങനെ പല തന്ത്രങ്ങൾ. പിന്നെ ആത്മാവിൻ്റെ ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതിരിക്കുമ്പോൾ ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നമ്മുടെ ഭവനത്തിൻ്റെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ, അങ്ങനെ ഇതിന് മുകളിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തികളിൽ നിന്ന് നമ്മൾ ജയമെടുക്കുന്നില്ലെങ്കിൽ നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ യേശു കർത്താവിനെ അറിഞ്ഞു, രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു എന്നിലും ഇന്നും ഞങ്ങളൊരു നന്മപ്പെടാൻ നമുക്കിടയായിട്ടില്ല, ഒരു അനുഗ്രഹത്തിലേക്ക് വരുന്നില്ല, കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ വരുന്നില്ല. അല്ലെങ്കിൽ പലരും നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് ഇങ്ങനല്ലേ പറഞ്ഞത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരുമെന്ന്. എന്നിട്ടെന്തേ ഇങ്ങനെ 100 കണക്കിനുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ സകലത്തിൻ്റെ മേൽ ദൈവം ആൻസർ ചെയ്യുന്ന പോലെ ദൈവം ചില കാര്യങ്ങൾ ക്രമീകൃതമായി ദൈവം ചെയ്യുവാനിടയായി. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. കർത്താവ് കൂടെ നിൽക്കുവാനും ദൈവം വെളിപ്പെടുത്തിയത് മാറ്റപ്പെടുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം കരുണ ചെയ്തു. എല്ലാറ്റിനുമായി ഞാൻ സ്തോത്രം ചെയ്യും. ഇന്ന് നിങ്ങളുടെ പകലിൽ അറിയണം, ബൈബിളിനകത്ത് എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതിനകത്ത് നിങ്ങളുടെ അകത്തറിയണം, ഇരുട്ടിൻ്റെ അധികാരങ്ങൾ എപ്പോഴുമുണ്ട്. വെളിച്ചം നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്. ഇരുട്ടിൻ്റെ അധികാരം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ പറയും നമ്മുടെ ചില ഷുഗറിൻ്റെ രോഗം വരുമ്പോഴത്തേന് ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് ഡോക്ടർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് ഈ രോഗമുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ അപ്പച്ചൻ മുതൽ ഞങ്ങളിതിങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന തലമുറ കൈമാറിക്കൊണ്ട. അപ്പോൾ ഇത് എവിടുന്ന് പോകുന്നു? പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഇതുപോലെ തന്നെ ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ബൈബിളിനകത്തും ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ ശക്തികളെ ജയിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഈ പകലിൽ നിങ്ങൾ അറിയണം, ഇതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപ നമ്മുടെ മേലുണ്ട്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 14 വരെയാണ് നമ്മൾ വായിക്കേണ്ടത്. വായിച്ചുവിട്ട കാരണം നിങ്ങൾക്ക് അതൊന്നൊരു അറിവിലേക്കാവുമ്പോൾ ഒന്നറിയാൻ വേണ്ടി. ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത് ശ്രദ്ധിക്കുക. വായിച്ചാട്ടെ.
വാസികൾ വന്ന് യഹോവയുടെ പെട്ടകമെടുത്ത് കുന്നിന്മേൽ അബിനോദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ മകനായ എലിയാസാരിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യാത്ത് യെയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ. ഈ പെട്ടകം നിങ്ങളുടെ അകത്തൊന്ന് കയറിക്കണേ, പെട്ടെന്ന് ഞാൻ നല്ല സ്പീഡിൽ കയറി വരും. അപ്പൊ ഈ പെട്ടകം അവിടെ ഇരിക്കുമ്പോഴും ഒരു അനുഗ്രഹം വരുന്നുണ്ടോ? ഇവർ പറയുന്നു എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയൂ എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഇവരുടെ പിന്നിൽ ചലിക്കപ്പെടുന്ന ശക്തിയുടെ പേരെന്നാ? ഫെലിസ്ത്യർ ഒരു ശക്തിയാ. ഈ ശക്തി ആരുടെ പിന്നിൽ നിൽക്കുക? ദൈവമക്കൾക്കെതിരെ നിൽക്കുക. പക്ഷെ ദൈവമക്കൾക്ക് ഇവരെ എതിരെ നിൽക്കുമ്പോഴും ഇവർ ജയിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിലേക്ക് ആര് തിരിയുന്നില്ല? ഇസ്രായേൽ ജനം തിരിയുന്നില്ല. നിങ്ങളൊന്ന് ശകലം എനിക്ക് ചെവി തന്നാൽ മതി. ഈ ജനം രക്ഷിക്കപ്പെട്ടതാണോ ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടതാ. പ്രാർത്ഥിക്കുന്നവനാ. എന്നാൽ ആരിലേക്ക് തിരിഞ്ഞിട്ടില്ല? ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഒരു പ്രതിസന്ധി വന്നാൽ അതേ കിടക്കുന്നു താഴെ. അപ്പം നിങ്ങളുടെ അകത്ത് നോക്കണം, ഇവര് ദൈവത്തെ അറിയാഞ്ഞിട്ടല്ല, ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവ മക്കളാണ്. എങ്കിലും പ്രവാചകനെ വിളിച്ചു ചോദിക്കും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ദൈവത്തിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു? ദൈവത്തിലേക്ക് ഒന്ന് തിരിയണം. ഇവിടെ പറയുന്നു അപ്പം പറയുക, അവൻ നിങ്ങളെ ആരുടെ കയ്യിൽ നിന്ന്? ഇവര് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വായിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയുമ്പോ ഇതൊക്കെ എന്ത് ചെയ്യണം? പിടികിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചിലത് വന്ന് കേറാതിരിക്കണമെങ്കിൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചതാ, എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇതൊക്കെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആൻസർ ഇത് തന്നെയായിരുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ പിന്നിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടിട്ട് ദൈവം തമ്പുരാൻ വഴി തുറന്ന് തലമുറകളെ അനുഗ്രഹിച്ച് കിടന്നപ്പോൾ കണ്ട വിഗ്രഹങ്ങളുടെ മുള്ള എണ്ണ ഒഴിക്കാനും പ്രാർത്ഥിക്കാനും പോകുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുമ്പോൾ കാറ്റ് അവിടെ അടിക്കും. അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലും പറയാം, പ്രതിഷ്ഠകളൊക്കെ നീക്കളയുന്ന യഹോവയെ മാത്രം എന്ത് ചെയ്യണം? സേവിക്കണം. 5 അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന്. നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധി കേട്ട ശബ്ദത്തിന്റെ പുറത്താണ് ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നത്. ഈ 40 ദിവസം ഇരിക്കാൻ കാരണം ഇത് തന്നെയായിരുന്നു. യഹോവയോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യം, അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു. പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ആരെയായിരുന്നു? ഫെലിസ്ത്യരെ മുന്നമേ തന്നെ ഭയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ഫെലിസ്ത്യർ വരുന്നു എന്ന് കേട്ടപ്പോ ഇവര് ഭയപ്പെടാൻ തുടങ്ങി. 8-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട് നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ പ്രാർത്ഥിക്കണം ഫെലിസ്ത്യരിൽ നിന്ന് രക്ഷിക്കാൻ. നിന്നെ രക്ഷിക്കാൻ ഒരുവനെ ഉള്ളെന്ന് നിന്റെ അകത്ത് തിരിച്ചറിഞ്ഞാൽ, നിന്നെ വിടുവിക്കാൻ ഒരുവനെ ഉള്ളെന്ന് തിരിച്ചറിഞ്ഞാൽ, ഈ വിഗ്രഹത്തിനോ ഈ കാണുന്ന ഒരു ശക്തിക്കും നിന്നെ വിടുവിക്കാൻ പറ്റത്തില്ലെന്ന് നിന്റെ അകത്ത് വെളിപ്പെട്ടാൽ നീ ദൈവത്തിന് അരികിൽ വരും. ഇവർ വന്ന് ശമൂവേലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവനോട് പ്രാർത്ഥിക്കണമെന്ന് നീ പ്രാർത്ഥിക്കുന്ന മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ
പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. പ്രാർത്ഥനയിൽ ദൈവം ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി. പകലിൽ ദൈവത്തിലേക്ക് ഒരു വ്യക്തിത്വം തിരിയാൻ തുടങ്ങുമ്പോ, ദൈവത്തിലേക്ക് ഒരു മനുഷ്യൻ തിരിയാൻ തുടങ്ങുമ്പോ, ദൈവത്തിന്റെ അരികിലേക്ക് തീരാൻ തുടങ്ങുമ്പോ, ദൈവത്തെ ആശ്രയം വെക്കുമ്പോ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ തുടങ്ങും. നിങ്ങളിലേക്ക് ആശ്രയം വെച്ച ഒരിക്കലും ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ദൈവത്തിലേക്ക് ശൗമേൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോ ഫെലിസ്ത്യർ യുദ്ധത്തിനായി വരുമ്പോ അവരുടെ മധ്യത്തിലേക്ക് ഒരു വലിയ ഇടിമുഴക്കം അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. അന്ന് വരെ എതിരായി നിന്നൊരു ശക്തി, അന്ന് വരെ ജയമെടുത്തിരുന്നൊരു ശക്തി, അന്ന് വരെ നിന്റെ ഭവനത്തെ മുടിച്ചുകൊണ്ടിരുന്നൊരു ശക്തി, അന്ന് വരെ നിന്റെ തലമുറകളെ അടച്ചുകൊണ്ടിരുന്നൊരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ അരികിലേക്ക് നിലവിളിച്ചുകൊണ്ട് വന്നപ്പോ ദൈവം അതിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് പകലിൽ ഇറങ്ങണം. നാളുകൾ കൊണ്ട് ബന്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മക്കണ്ണിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ആ ശക്തിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനാ ഹോളിനകത്ത് ഇറങ്ങി വന്നത്. ഈ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, ഈ ശക്തി ഇനി നിന്റെ മേൽ വരത്തില്ല, ഈ ശക്തി നിന്റെ കുടുംബത്തെ തൊടത്തില്ല, ഈ ശക്തി ഇറങ്ങി വരത്തില്ല. എന്നോട് യാചിക്കുന്നവർക്ക് ഞാൻ ഉത്തരമരുളുന്നവൻ എന്ന് പറഞ്ഞ് അവന്റെ ആത്മാവ് തീയായി ഇറങ്ങി വന്ന് അവൻ ഉത്തരമരുളിയെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു ഫെലിസ്ത്യ ശക്തിക്ക് ജയിക്കാൻ മേലാത്ത ഒരു ശക്തിയായ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ആ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങിയപ്പോ ഇസ്രായേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബത്കാരിന്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. ഈ നാളുകൾ വരെ ഫെലിസ്ത്യർ മിസ്രൈമിനെ തകർത്തുകൊണ്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ മക്കളെ തകർത്തുകൊണ്ടിരുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നപ്പോ അവരുടെ പിന്നാലെ തിരിഞ്ഞടിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോ, നിന്നോട് പോരാടിക്കൊണ്ടിരുന്ന ആ ശക്തികൾ പരാജയപ്പെടാൻ പോകുക. ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, നിനക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ട്, നിന്റെ ഭവനത്തെ മുടിച്ചതുണ്ട്, നിന്റെ നന്മയെ തടഞ്ഞതുണ്ട്, നിന്റെ തലമുറയുടെ ഉയർച്ചയെ തടഞ്ഞതുണ്ട്. ഇന്ന് പകലിൽ എഴുതി വെച്ചോ, ഈ നാളുകളിൽ ദൈവം നിനക്ക് മടക്കി തരോ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 12ാമത്തെ വാക്യം പറയാ, പിന്നെ ശൗമേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേത്തിനും മധ്യത്തെ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ബെൻ-എസർ എന്ന പേരിട്ടു. 13ാമത്തെ വാക്യം, ഇങ്ങനെ ഫെലിസ്ത്യർ ഒടുങ്ങി എന്ന് വേണം വായിക്കാം. ഒതുങ്ങി എന്നല്ല വായിക്കേണ്ട, ഒടുങ്ങി എന്ന് പറയണം. ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്ത് വന്നതുമില്ല. ശൗമേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് നേരെ വിരോധമായിരുന്നു. ആമേൻ. ഇന്ന് പകലിൽ അറിഞ്ഞോണം, ദൈവസന്നിധിയിൽ അറിഞ്ഞോണം, നാളുകൾ കൊണ്ട് നിന്റെ ഭവനത്തോട് എതിർത്ത് നിന്നത് ഇനിയും വരത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഈ സഭയോടും പറഞ്ഞതാ, ഈ സഭയ്ക്കകത്ത് നീ നിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിയും നിനക്കെതിരെ വരത്തില്ല. ഒരു ശക്തിയും. ഇവരോട് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞ വാക്കിതായിരുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ പുറത്തുള്ള കാര്യം എനിക്കറിയത്തില്ല. ഈ സഭയ്ക്കകത്തിരിക്കുന്നിടത്തോളം കാലം ഈ ശക്തികൾ നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അപ്പൊ ദൈവത്തേക്ക് ദൈവത്തിലേക്ക് ജനം തിരിഞ്ഞപ്പോ ഇന്നലെ വരെ നിന്നോട് പോരാടിക്കൊണ്ടിരുന്ന ഭയപ്പെട്ടിരുന്ന ശക്തിയെ എന്ത് ചെയ്തു കഴിഞ്ഞു? ദൈവം അതിനെ യുദ്ധം ചെയ്ത് മാറ്റിക്കളഞ്ഞു. അപ്പം ഫെലിസ്ത്യർ എന്നാണെന്നറിയണം, ഫെലിസ്ത്യർ ഒരു ശക്തിയാണ്. ആണെങ്കിൽ 2ാമത്തെ വാക്യത്തിലേക്ക് വന്നു. അപ്പോസ്തല പ്രവൃത്തി 12ാം അധ്യായം അതിൻ്റെ 21ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12ന്റെ 21ാമത്തെ വാക്യം. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ചു. അവർ ഭദ്രാസനത്തിൽ ഇരുന്ന് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമെന്ന് ജനം പറഞ്ഞു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ കർത്താവിന്റെ ദൂതൻ അവനെ ഉടനെ അടിച്ചു, കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഹെരോദാവ്
രണ്ടാമത്തെ മണ്ഡലം ഹെരോദാവ് ഒരു ശക്തിയാണ്. ഹെരോദാവ് ഒരു ശക്തിയാണ്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 1 വാക്യം. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 1 വാക്യം. ആഴ്ചവട്ടത്തിൻ്റെ കല്ലറ കാണുവാൻ ചെന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഒരു സദ്വർത്തമാനം പറയുക. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനാൽ ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, യേശുവിന് മഹത്വം കൊടുത്തു നിന്നാൽ ഈ ഒരൊറ്റ ശക്തി നിന്നെ തൊടാൻ പറ്റത്തില്ല. ഈ ശക്തിയെ ജയിച്ച ഒരു ശക്തിയാ യേശുവിൻ്റെ മേൽ പകരപ്പെട്ട ശക്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കല്ല പറഞ്ഞു, ഹെരോദാവ് ഒരു ശക്തിയായിരുന്നു. ഹെരോദാവ് ഒരു ശക്തിയായിരുന്നു. ദൈവ മക്കൾക്കെതിരായി ചലിക്കപ്പെടുന്ന ഒരു ശക്തി. ആ ശക്തി പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഇവിടെ പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കായികൾ ഹെരോദാവിനെ അടിക്കുന്നു. ഹെരോദാവ് പുഴുക്കൾക്ക് ഇടയാവുന്നു. ഇതൊരു ശക്തിയാണ്. ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവന്നത്, പാരമ്പര്യമായി ചില ശക്തികൾ നമ്മളെ പിന്നെ ചലിക്കും. പാരമ്പര്യമായി നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടേ കാണത്തില്ല. നമ്മൾ അറിയാത്ത ചില വഴികൾ നമ്മൾ അറിഞ്ഞേ ഇല്ല. നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മൾ കർത്താവിലേക്ക് വന്നു, രക്ഷകനെ സ്വീകരിച്ചു. നമ്മൾ ആർക്കും ഒരു തെറ്റ് ചെയ്തില്ല, ഉപദ്രവം ചെയ്ത് നന്മ മാത്രം ചെയ്തിട്ടു. എന്നിട്ട് നമ്മളൊരു അനുഗ്രഹത്തിലേക്ക് വരുന്നില്ല, നമ്മളൊരു ഉയർച്ചയിലേക്ക് വരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ? ഉണ്ട്, പിന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരാഗ്രഹിക്കുന്ന ജോലി ചെല്ലാൻ പറ്റത്തില്ല. നിനക്ക് ബിസിനസ് ഉണ്ടോ? ബിസിനസ് ഉണ്ട്. ബിസിനസ് പോലെ അനുഗ്രഹമായോ? അനുഗ്രഹമായിട്ടില്ല. ശരീരം കൊണ്ട് പറ്റുന്നില്ല. ആരോഗ്യമില്ലാത്തൊരു ശരീരം. ഒന്നിനും ഒന്നും ചേരാത്തൊരവസ്ഥ. നന്മയുണ്ടോ ചോദിച്ചാൽ നന്മയുണ്ട്, നന്മയില്ലെന്ന് ചോദിച്ചാൽ നന്മയില്ല. ബിസിനസ് ഉണ്ടോ ചോദിച്ചാൽ ബിസിനസ് ഉണ്ട്, ബിസിനസ് വല്ല നന്മയുണ്ടോ ചോദിച്ചാൽ ഇല്ല. ശുശ്രൂഷയുണ്ടോ? ശുശ്രൂഷയിൽ വല്ല വെളിപ്പെടുന്നുണ്ടോ? അതുമില്ല. ഒന്നുമല്ലാത്തൊരു ഇരുണ്ട ഒരു അവസ്ഥയ്ക്കകത്തൂടെ നീ നിൽക്കുമ്പോൾ അറിയണം, അതിൻ്റെ പുറകെ ചലിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയുടെ മേൽ ഒരു വിരാമമിട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അറിയണം, ഇരുട്ടിൻ്റെ അധികാരങ്ങൾ തലമുറയ്ക്ക് പിന്നെ ചലിച്ച ചില ശക്തികളുണ്ട്. ഇവിടെ പറഞ്ഞുകൊണ്ടത് ഫെലിസ്ത്യ ശക്തിയെ പറിച്ചു. രണ്ടാമത്തെ ശക്തിയെ പറ്റി പറയുക, ഹെരോദാവിന്റെ ശക്തിയുണ്ട്. ഹെരോദാ ശക്തിയുണ്ട്. അത് പത്രോസിന്റെ അരികിൽ വരെ വന്ന ശക്തിയെക്കുറിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷം, ഹെരോദാ ശക്തി നിങ്ങൾ അറിയണം. മത്തായിയുടെ സുവിശേഷം 2 അധ്യായത്തിന്റെ 13 വാക്യം. മത്തായിയുടെ സുവിശേഷം 2 അധ്യായം 13 വാക്യം. അവർ പോയ ശേഷം സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഹെരോദാവ്, അവിടെ നോക്കിക്കോണേ, ഹെരോദാവ്, ഒന്നാമത്തെ ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അപ്പൊ ആരുടെ പുറകില നിൽക്കുന്നേ? യേശുവിൻ്റെ ജനനത്തിങ്കിൽ യേശുവിനെ നശിപ്പിക്കുവാൻ ഒരു ശക്തി എഴുന്നേറ്റു. ആ ശക്തിയുടെ പേരാണ് ഹെരോദാവ്. ഒരു വ്യക്തിയുടെ പേരല്ല, ഹെരോദാവ് ഒരു ശക്തിയാണ്, ഒരു ഗോത്ര പേര് പോലാണ്. അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. 14 വാക്യം. മിസ്രൈമിലേക്ക് പോയി. അതിന്റെ 16 വാക്യം. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. അപ്പോൾ ഹെരോദാവ് ശക്തി അറിഞ്ഞ് ആർക്കെതിരായി ഇത് ചലിക്കുന്നു? ദൈവ മക്കൾക്കെതിരായി ചലിക്കുമ്പോൾ ഇവിടെ ഹെരോദാവ് ആർക്കെതിരായി ചലിക്കുന്നു? യേശുവിനെതിരായി, യേശുവിനെ കൊല്ലുവാൻ വേണ്ടി ചലിക്കപ്പെടുന്ന ഒരു ശക്തി. ഞാനിത് കൊണ്ടുവരുന്നതിൻ്റെ കാരണം ഈ ദിനങ്ങളിൽ ചലിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തിയെക്കുറിച്ച് പറയുവാനാ. ഒന്നാമത്തെ ഹെരോദാവ്. രണ്ടാമത്തെ ഹെരോദാവിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 4 വാക്യം. യോഹന്നാൻ ഇതാരാ?
ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശു കർത്താവിന് വഴി കാട്ടുവാൻ വേണ്ടി വന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സക്കറിയാവിനും എലിസബത്തിനും ദൈവം ദാനമായി കൊടുത്ത സക്കറിയാവ് യോഹന്നാൻ എന്ന മനുഷ്യൻ യേശുവിനെ കുറിച്ച് പറയുവാൻ, യേശുവിനെ പരിചയപ്പെടുത്താൻ വന്ന ആളിൻ്റെ പുറകിൽ ഇതേ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. വരുന്നത് നിങ്ങൾ പിടികിട്ടുന്നോ? പാരമ്പര്യത്തിൻ്റെ വഴികൾ വരുന്നുണ്ടോ? യേശുവിൻ്റെ പുറകിൽ ചലിച്ച അതേ യരോദാശക്തി പാറ പുറകിൽ വന്നു, യോഹന്നാന്റെ പുറകിൽ വന്നു. വായിച്ചു. ഹെരോദാവിന്റെ ജനന ദിവസം വന്നപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണമെന്ന് പറഞ്ഞു. 9-ാമത്തെ വാക്യം. യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിടികിട്ടിയോ? രണ്ടാമത്തെ ഹെരോദാവ്. ഈ ഫെലിസ്ത്യ സൈന്യം ഇസ്രായേൽ മക്കൾക്കെതിരായി ചലിച്ചതുപോലെ തന്നെ യേശുവിനെതിരായി ചലിച്ച ഹെരോദാശക്തി മിസ്രൈമിൽ നിന്ന് യേശുവിനുമായിട്ട് മടങ്ങി വരുമ്പോൾ ആ ഹെരോദാവ് മരിച്ചു. അടുത്തത് വരിക, രണ്ടാമത്തെ ഹെരോദാവ് വന്നു. രണ്ടാമത്തെ ഹെരോദാവ് വന്നപ്പോൾ ഈ ശക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവ മക്കളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. പരമ്പരാഗതമായി ഇവരിതിനെ പിന്തുടരുക. എന്താ അതിൻ്റെ ലക്ഷ്യം? നിന്നെ നശിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ദൈവം പറഞ്ഞു, എന്നിലേക്ക് തിരിഞ്ഞാൽ ഞാൻ വിടുവിക്കാം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഈ വിഷയത്തിന്റെ മുകളിൽ, ഈ ഭാരത്തിന്റെ മുകളിൽ നീ എന്നിലേക്ക് തിരിയാണെങ്കിൽ ഞാൻ ഈ വിഷയത്തിന്റെ മുകളിൽ വിടുവിക്കുവാൻ ഞാൻ സർവശക്തനാ. ഇവിടെ പറയുന്നു രണ്ടാമത്തെ ഹെരോദാവ് വരിക. രണ്ടാമത്തെ ഹെരോദാവ് വന്നിട്ട് പറയുന്നു യോഹന്നാന്റെ തലവെട്ടി. മൂന്നാമത്തെ ഹെരോദാവിലേക്ക് വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അക്കാലത്ത് ആ സമയത്ത് അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. അവിടെ നിങ്ങൾ എത്രാമത്തെ ആളിനെ കാണുന്നു? ഇതൊരു ശക്തിയാന്ന് പിടികിട്ടുന്നോ? ഇത് അപ്പം നമ്മൾ നോക്കിയേ, നമ്മുടെ ജീവിതത്തിനകത്ത് പറയുക, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ നന്മയേ ചെയ്തിട്ടുള്ളൂ. പക്ഷെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, തലമുറ ഒരു നന്മയുടെ വാതിൽ തുറക്കപ്പെടുന്നില്ല. അധ്വാനിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ഫലമില്ലാതെ പോവുക. സമ്പത്ത് വരുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റലുകളിൽ പോവുക. തലമുറകൾ അധ്വാനിച്ചാലും അതിന് പ്രതിഫലം വരുന്നില്ല. വഴികൾ എപ്പോഴും എന്നാ ചെയ്തുകൊണ്ടിരിക്കുക? അടയപ്പെട്ടുകൊണ്ടിരിക്കുക. നന്മ വെളിപ്പെടുന്നില്ല. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, ആരുടെയും കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അവരുടെ മുറിവ് കെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു നന്മ ഞങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അപ്പച്ചൻ്റെ കാലം മൊത്തം ഇതിങ്ങനെ ആയിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ കാലത്തും ഇതുപോലെ തന്നെ. അപ്പച്ചനും നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ഒരു ബലത്തിൽ വന്നില്ല. ഇപ്പം നോക്കിക്കേ, ഞങ്ങൾ 4 തലമുറക്കാരായി, ഒരു നന്മ വെളിപ്പെടുന്നില്ല. ഒരു ശക്തി പുറകെ നിൽക്കുന്നെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. ഈ ശക്തിയുടെ മേൽ നീ ജയമെടുത്തേ മതിയാകത്തുള്ളൂ. ഈ ശക്തിയെ ജയിച്ചെങ്കിലേ അതുകൊണ്ടാണ് പറയുന്നത്, മിസ്ബയുടെ മധ്യത്തിൽ വെച്ചൊരു കല്ലെടുത്തിട്ട് പറഞ്ഞു, കുഴിച്ചിട്ട് പറഞ്ഞു, ശൗമേൽ പറഞ്ഞു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആ കല്ലിനെ മറികടക്കാൻ ഫെലിസ്ത്യ സൈന്യത്തിന് പറ്റിയില്ലെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, ഈ ശക്തിക്ക് നിന്നെ കടക്കാൻ പറ്റത്തില്ല. ഇത് സ്വർഗം നിന്റെ മേലിട്ട അഭിഷേകമാ. ഹല്ലേലൂയ. ദൈവം ചില അടയാളങ്ങളെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ശക്തിയെ കടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ പിന്നിൽ ചലിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തി അടുത്തത് വരുന്നത് യോഹന്നാന്റെ പൊന്നിൽ ചലിക്കപ്പെട്ട ഒരു ശക്തിയുണ്ട്. 3-ാമത്തെ മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ 3-ാമത്തെ ഹെരോദാവ് വരിക. ഇവരെല്ലാം ചലിക്കുന്ന ആരുടെ പുറകില? ദൈവ മക്കളുടെ പുറകിൽ
ചലിക്കപ്പെടുന്ന ഒരു ശക്തിയാണ്. പിടികിട്ടുന്നോ? നിങ്ങളുടെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ? അമി കാലങ്ങളായിട്ട് ദൈവമക്കളുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ അധികാരമുണ്ട്. യേശുവിൻ്റെ പുറകിൽ ചലിച്ച ശക്തി, യോഹന്നാന്റെ തലവെട്ടിയ ശക്തി. മൂന്നാമത് വരുന്നു ഹെരോദാവിനെ കുറിച്ച് പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, അക്കാലത്ത് ഹെരോദ രാജാവ് ആരെയാണ് അവിടെ പീഡിപ്പിക്കാൻ നിൽക്കുന്നത്? ദൈവമക്കളെയാ, വേറെ ആരെയും വേണ്ട. ദൈവമക്കളെ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ കൈനീട്ടി. കണ്ടോ? ദൈവമക്കൾ, ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത മക്കളെ അവൻ തലകൾ വെട്ടി. നിങ്ങളെപ്പോ അറിയുന്നുണ്ടോ? നന്മയിലേക്ക് പോവെന്ന് പറയുന്നിടത്ത് പിശാച് വാതിലടക്കുക. നന്മയിലേക്ക് പോകുന്നിടത്ത് ഇന്ന് ആത്മക്കണ്ണിനകത്ത് ഞാൻ പറയുക, തിരിഞ്ഞ് യഹോവയിലേക്ക് വന്നാൽ ഈ ശക്തി നിന്നെ ജയിക്കത്തില്ല. ഈ ശക്തിയെ ജയിക്കുന്ന ഒരു ദൈവകൃപ നിന്റെ മേൽ വരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് വെട്ടി കൊന്നു. അത് വായിച്ചു. യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് പത്രോസിനെയും പിടിച്ചു. അപ്പൊ ലക്ഷ്യം വരുന്ന കണ്ടോ? ലക്ഷ്യം ആരല്ല നിൽക്കുന്നേ? ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ചില ശക്തികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ശക്തി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഉയരത്തില്ല. എന്ത് ചെയ്താലും ചില ശക്തികൾ ഉയരത്തില്ല. ഒരിക്കലേ ഒരു കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ അവരുടെ മറ്റൊരു സബ്ജക്റ്റിലാണ് വന്നേ. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നതാ. പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോഴും ആത്മാവ് പറയുന്നു, ഇവൻ്റെ ഈ പയ്യൻ്റെ അപ്പൻ്റെയും മേൽ കിടക്കപ്പെട്ട ഒരു ചരട് കിടപ്പുണ്ട്. ഇതഴിഞ്ഞു മാറാത്തിടത്തോളം കാലം ഇവൻ എത്ര ഉയരത്തിൽ പോയാലും പഴയ തലത്തിലേക്ക് വരും. ഇന്ന് നല്ല ലെവലിലാണ് നിൽക്കുന്നേ, നാളെ ഏത് ലെവലിൽ വരും? പഴയ ലെവലിൽ വരും. കാരണം അതിൻ്റെ പുറകിൽ ചലിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതെങ്ങോട്ട് വിടത്തില്ല, നന്മയിലേക്ക് വിടത്തില്ല. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാ, ഇതിനെ ജയമെടുത്തേ മതിയാവുള്ളൂ. ദൈവമക്കൾ ഇതിന്മേൽ ജയമെടുത്താൽ ഇന്ന് പകലറിഞ്ഞോ, നിന്റെ ഭവനത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിലേക്ക് തിരിയുന്നവരാകണം. ഇസ്രായേൽ ജനം ദൈവത്തിലേക്ക് തിരിയുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഇന്ന് ദൈവത്തിലേക്ക് ഇത് തിരിയാൻ നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പത്രോസിനെ പിടിച്ചു. പത്രോസ് ചെയ്തത് എന്താണ്? ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് പത്രോസിനെ പിടിച്ചു. അവനെ പിടിച്ച ശേഷം പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ നിർത്തുവാൻ പറഞ്ഞതിന്റെ തലേദിവസം അവനെ കാപ്പാൻ 4 ചേവകർ വായിച്ചു ഏൽപ്പിച്ചു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുന്നിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടേയിരുന്നു. ഹെരോദാവ് പത്രോസിനെ തടവിലാക്കി കൈകളും കാലുകളും ബന്ധിച്ച് അവർ കിടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ വെളിപ്പെട്ടു. കർത്താവിന്റെ ദൂതൻ അവിടെ വെളിപ്പെട്ടിട്ട് പറയുക, അറയിൽ ദൂതൻ പ്രത്യക്ഷനായി അറയിൽ ഒരു പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി
അവന്റെ ചങ്ങലകൾ കൈമേൽ നിന്ന് വീണുപോയി. ഇന്ന് ആത്മകമിനകത്ത് ഞാനൊരു ദൂതൂടെ പറഞ്ഞ് വചനത്തിൽ കയറിപ്പോവുക. ആമേൻ. നാളുകൾ കൊണ്ട് ചില യരോദാവ് ശക്തികൾ ആമേൻ നിന്റെ നന്മയെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിലെറിഞ്ഞു അതിന്റെ ചങ്ങലകൾ അഴിയപ്പെട്ടിട്ടുണ്ട്. അത് നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ഭവനത്തിന്മേൽ നാളുകൾ കൊണ്ട് കെട്ടിവെച്ച ചില ചങ്ങലകൾ ഇന്ന് പകലിൽ അഴിയപ്പെടുകയാ. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ആമേ ചാമേ, ദൈവത്തിലേക്ക് നീ തിരിയുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിരിക്കുന്നത് ആമേ നിന്റെ നാളുകൾ കൊണ്ട് കെട്ടിയ ചങ്ങലകൾ ഈ പകലിൽ അഴിയപ്പെടുവാനാണ്. ആമേ നീ ചിന്തിക്കാതിരിക്കുന്ന സമയം, നീ കാണാതിരിക്കുന്ന സമയം, നീ ആലോചിക്കാതിരിക്കുന്ന സമയത്ത് നിനക്കെതിരായി വന്ന ശക്തികൾ ആമേ കീഴടങ്ങപ്പെട്ടിട്ട് പറയുക, ദൂതൻ അവിടെ അരകെട്ടി ചെരുപ്പിട്ട് മുറുകെ എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ച വാസ്തവെന്ന് അറിയാതെ, നാർത്തോർത്തോണം, ഈ നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് നീ ചിന്തിക്കാത്തതാ. എത്ര പേർ എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ ചിന്തിക്കാത്തത് ചില നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവാ. ആമയെ ഇന്ന് കൊണ്ട് നീ അറിയണം, ആമ ചില ശക്തികൾ പിന്മാറിപ്പോയെന്ന് പറയുമ്പോൾ നിനക്കത് വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ അറിഞ്ഞു, ഈ ദിവസങ്ങളിൽ ചില കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞ് വരുമ്പോൾ അറിയാം ആമ സ്വർഗത്തിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെന്ന്. ആമ ചില വഴികൾ തുറന്നു വരുമ്പോൾ അറിഞ്ഞോണം, ആമ സഭയ്ക്കകത്ത് പറഞ്ഞ ദൂത് വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, ഈ അദൃശ്യ ശക്തി വഴിമാറുമ്പോ ആമ തനിയെ നിന്നിലേക്ക് നന്മ വരാൻ പോകുക. ഇന്നലെ വരെ കണ്ട വഴിയല്ല, ഒരു പുതുവഴി നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ തുറക്കാൻ പോകുക. ഇന്നലെ വരെ കണ്ട വഴികളല്ല ആമേ. അതുകൊണ്ട് പറയുന്നു, അവൻ ഒന്നാം കാവലിൽ രണ്ടാം കാവലിൽ കടക്കുമ്പോ അത് തനിയെ തുറക്കപ്പെടാൻ പോകുക. നിന്റെ മുൻപിൽ ചില അടച്ചുവെച്ച വാതിലുകൾ, നിന്റെ മുൻപിൽ ചില അടച്ചുവെച്ച വാതിലുകൾ, പരമ്പരാഗതമായി നിന്റെ മുന്നിൽ അടച്ചുവെച്ച വാതിലുകൾ, നിന്റെ തലമുറയുടെ മുന്നിൽ അടച്ചുവെച്ച വാതിലുകൾ നിന്നെ നന്മയിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് ചില വാദിച്ച ചില ശക്തികളുടെ മുന്നിൽ ആത്മാവ് പറയുക, സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുന്നെങ്കിൽ ഇന്ന് പകലെ ആത്മാവിൽ വിളിച്ചു പറയണം, എന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന, എന്റെ കുടുംബത്തെ മുടിച്ചുകൊണ്ടിരുന്ന ആ പിശാചിന്റെ ശക്തികൾ എന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോ എന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില പ്രവർത്തികൾ ഈ പകല് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാ അവ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ ഇന്നും ആത്മാവിനകത്ത് പറയാ, ഇനിമേൽ നിന്റെ മേൽ ആ ശക്തി വരത്തില്ല, ഇനിമേൽ നിന്റെ മേൽ ആ ശക്തി വരത്തില്ല. അത് മടങ്ങിപ്പോയിട്ടുണ്ട്, മടങ്ങിപ്പോയതാ, അത് തിരിച്ചു വരാൻ പോയതല്ല. ഇനി വരാൻ പോകുന്ന ദൈവശക്തിയാണ്. എത്ര പേര് അതിനെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? നിന്നെ ഭരിച്ചുകൊണ്ടിരുന്ന, നിന്റെ തലമുറയ്ക്കെതിരായി നിന്ന് വാദിച്ചുകൊണ്ടിരുന്ന ശക്തി മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ. അത് ജീവന്റെ ശക്തിയാണ്, അത് പരിശുദ്ധാത്മ ശക്തിയാണ്, അത് ശൂന്യതകളെ മാറ്റുന്ന ശക്തിയാണ്, മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ശക്തിയാണ്, അവയെ വിടുവിക്കുന്ന ശക്തിയാണ്, കാനാവിൽ അത്ഭുതം നടന്ന ശക്തിയാണ്. അത് ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിക്കാത്ത പോലെ ദൈവം ചില പ്രവർത്തികളുമായി നിന്റെ മേൽ പോരാടിക്കൊണ്ടിരുന്ന ശക്തികൾ, അവ പരമ്പരാഗതമായി നീ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ പിതാവിനോട് ചുറ്റിയതാ, അവ എന്റെ മേൽ ചുറ്റുന്നെങ്കിൽ ഇന്ന് പകൽ അതിന്റെ കെട്ടുകളെ അഴിക്കുന്ന ഒരു ദൈവശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, നാളുകൾ കൊണ്ട് വർഷം കൊണ്ട് മന്ത്രവാദി കെട്ടിവെച്ച ചരടുണ്ടല്ലോ, ആത്മാവിന്റെ ഒരു തീ വന്നാൽ ഒരു സെക്കൻഡ് മതി കേട്ടോ. നാളുകൊണ്ട് പാരമ്പര്യത്തിന് കെട്ടുകൾ കെട്ടിവെച്ചാൽ, അവ ആവിചാരത്തിന് ശക്തി കൊണ്ട് കെട്ടിവെച്ചാൽ അതിന്മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി ഉണ്ടല്ലോ, അത് നിന്നെ അഴിക്കുന്ന പകലാണിന്ന്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് നിന്റെ തലമുറയെ കെട്ടിയത് അവ പിതാക്കന്മാരുടെ കാലം തൊട്ട് അനുഭവിച്ചുകൊണ്ട് വന്നത് ഇനി നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട വരത്തില്ല. സ്വർഗം പറയുക, അവന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, അവന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, അവന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിളിച്ചു പറ, അവിടെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾക്കെതിരായി നടക്കുന്ന ചില ശക്തികളുടെ മേൽ ഇന്ന് പകൽ ജയമെടുക്കുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ഈ ഹെരോദാ ശക്തി ഇവിടെ തന്നെ നിൽക്കുക. ആരെ വിടുവിക്കപ്പെട്ടുള്ളൂ? പത്രോസ് വിടുവിക്കപ്പെട്ടുള്ളൂ. പത്രോസിനെ കൊണ്ടുവന്നിരുന്നവർ പുറത്തിറങ്ങി തെരുവിൽ കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കും, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു ഭാഗമാ. പത്രോസിനെ ആമീൻ പട്ടണത്തിന്റെ വാതിലിന്റെ പുറത്തു വിട്ടു. വിട്ടതിന് ശേഷം ദൂതൻ അവനെ വിട്ടുപോയി. ഈ വിട്ടുപോയതാ കാര്യം.
ഈ യരോദാശക്തി അവിടെ നിൽക്കുവാണേ. യരോദാശക്തി പോയിട്ടുണ്ടോ? ഇല്ല. യരോദാവ് പോലും അറിയാതെ പത്രോസിനെ ദൂതൻ കൊണ്ടുവന്നു, പുറത്തു കൊണ്ടുവന്നു, പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുവന്ന് വിട്ടു. പത്രോസിനോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നേരെ തിരിഞ്ഞ് ഈ പട്ടണത്തിലേക്ക് ആര് കയറിപ്പോയി? ദൂതൻ പോയി. ദൂതൻ എങ്ങോട്ടാ പോയെന്നറിയാവോ? ദൂതൻ പത്രോസിന് സുബോധമാണ്. അപ്പോൾ വെടിവെട്ടി കർത്താവ് എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇതുപോലെ ചില സുബോധ നാളുകൾ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാവുള്ളൂ കർത്താവിൻ്റെ പ്രവൃത്തി വന്നെന്നുള്ളത്. ഇപ്പോഴും നിങ്ങൾ പറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചില പ്രവൃത്തി വരാതെ പിടികിട്ടത്തില്ല. അത് പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വരും. അവിടെ നിന്ന് തന്നെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ നോക്കിക്കോണേ. ഇവിടുന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഈ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയം ഈ ദൂതൻ എന്ത് ചെയ്തിരിക്കുക? ഇപ്പം പത്രോസിനെ എന്ത് ചെയ്തു? പത്രോസിനോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ ദൂതൻ അവിടെ തിരിച്ച് പട്ടണത്തിലേക്ക് കയറിയതിന്റെ കാരണം എന്നാന്ന് പറയാം, നാളുകൾ കൊണ്ട് നിന്റെ ഭവനത്തോട് പോരാടിയ ഒരു ശക്തിയുണ്ട്. ദൂതൻ പറഞ്ഞു ഈ വിഷയത്തിന്റെ മുകളിൽ ഞാൻ ഇനി വരുന്നില്ല, ഈ വിഷയം തീരാൻ പോവാ. ദൂതൻ നേരെ പോകുന്ന ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക്. ആദ്യം വന്ന് നിന്നത് പത്രോസിന്റെ കാരാഗ്രഹത്തിന്റെ അകത്താണെങ്കിൽ ഇപ്പം ദൂതൻ നിൽക്കുന്നത് ഹെരോദാവിന്റെ കൊട്ടാരത്തിനകത്താ. ദൂതനോട് ചോദിച്ചാൽ ഒന്ന് പറയാനുണ്ട്, ഞങ്ങളുടെ കർത്താവിന്റെ പിന്നാലെ നനിച്ചവൻ, യോഹന്നാന്റെ തലവെട്ടിയവൻ, യാക്കോവിന്റെ തലവെട്ടിയ ശക്തി ഇനിയും വേണ്ട, ഇനിയും ഈ ശക്തി വേണ്ട എന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോണേ. നാളുകൾ കൊണ്ട് പാരമ്പര്യമായി വന്നുകൊണ്ടിരുന്ന ശക്തി ഇനി വരത്തില്ല. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേര് ഏറ്റെടുക്കുന്നത്? ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ ഇന്ന് പകൽ വിടുവിച്ചതല്ല ഞാൻ പറയുന്നത്, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത തലത്തിൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നിൽക്കുന്നത് ഈ ശക്തിയുടെ അരികില. ഇന്ന് പകൽ നിൽക്കുന്നത് ഈ ശക്തിയുടെ അരികില. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? കൊട്ടാരത്തിനകത്തു പോയി ദൂതൻ നിൽക്കുക. എന്നാ കാരണമെന്നറിയാവോ? നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് വരും. ഇവിടെ നോക്കിക്കേ, നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ചു ഭദ്രാസനത്തിലിരുന്നു. അവരോട് പ്രസംഗിച്ചു. ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമെന്ന് ജനം വിളിച്ചു പറയാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു. കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കിർമിക്ക് ഇരയായി തീർന്നു. ഈ നാൾ വരെ വേണേലും നിന്റെ ജീവിതത്തിനകത്ത് ഇതുപോലെ ചില ശക്തികൾ ഒഴിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ചില സാഹചര്യത്തിനകത്തുനിന്ന് ഇത് മാറി നിന്നിട്ടുണ്ട്. പിന്നീട് വീണ്ടും നിന്റെ അകത്ത് വന്നിട്ടുണ്ട്, ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില വിഷയത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് ഉപസിച്ചപ്പോൾ ഇതങ്ങ് മാറും. ചിലപ്പം പറയും ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ഉണ്ടായിരുന്നു, അതങ്ങ് മാറി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതങ്ങ് മാറി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പഴയ അവസ്ഥ. ചില സൗഖ്യത്തോടെ വന്നു, പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും വന്നു. ചില ഉയർച്ചയിലേക്ക് വന്നു, 6 മാസം കഴിയും വീണ്ടും പഴയപടി. വിദേശത്തൊരു ജോലി കിട്ടി, കടന്നുപോയി. 1 വർഷം കുഴപ്പമില്ലായിരുന്നു. 1.5 വർഷമായപ്പോൾ ആ ജോലിക്കകത്തൊരു പ്രശ്നം. അവൻ തിരിച്ചു വരുന്നു, ജോലി നഷ്ടപ്പെട്ടു പോയി. പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ ഒരു പുതിയതിനു വേണ്ടി. അപ്പം ചോദിച്ചു അവിടെ ഒന്ന് ശ്രമിക്കാൻ മേലായിരുന്നു. ശ്രമിച്ചു പറഞ്ഞേ, കിട്ടിയില്ല. തിരിച്ചു വന്ന് ഉള്ള കടങ്ങളെല്ലാം വരുത്തി വീണ്ടും അവൻ കടന്നുപോയി. ഈ കടം വീടുന്നതിന് മുമ്പ് വീണ്ടും പഴയപടി ഒരു ശക്തി പുറകിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയുക, ആ ശക്തിക്കകത്ത് ദൈവം ചില പ്രവൃത്തി ചെയ്യാൻ പോവുക. ദൈവം പറയുന്നു ഇനി നിന്നെ തകർത്തുകൊണ്ടിരുന്നത്, നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരുന്നത്, നിന്റെ തലമുറയ്ക്കെതിരായി ചലിച്ചുകൊണ്ടിരുന്ന ശക്തി ഇനിയും വരണ്ട. ഹല്ലേലൂയ. യരോദാ ശക്തി ഇവിടെ അവസാനിപ്പിക്കുക. എന്നതാ കാരണമെന്നറിയോ? യരോദാ ശക്തി ദൈവമക്കൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത്, കല്ലറകളെ ഭേദിച്ച യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റത് ഈ ശക്തിയെ ജയിച്ചിട്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു കാൽവറി ക്രൂശിൽ ജയമെടുത്തത് ഈ ശക്തിയെ ജയിക്കുവാനാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിന്നെ ബന്ധിച്ചിരുന്ന ബന്ധനത്തെ
അഴിക്കുവാനാ യേശു കാൽവരി ക്രൂശിൽ ജയമെടുത്തത്. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവമക്കൾക്കെതിരായി ചലിക്കുന്ന ശക്തികൾ പണ്ട് കാലം മുതൽ ചലിച്ചുകൊണ്ടിരുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് നോക്കിയോ, വേഗത്തിൽ വരാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുക, ആമീൻ, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിനെ ദേവന്മാരെ സേവിക്കയില്ല. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ദൈവത്തിന്റെ വിടുതൽ നിന്റെ ഭവനത്തിലും തലമുറയിലും അനുഭവിക്കണമെങ്കിൽ ഇവിടെ പറയുന്ന വാക്ക്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിനും ദേവന്മാരെ സേവിക്കയില്ല, സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം വന്നു, മുഖഭാവം മാറി, 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു. എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയുവാൻ കൽപ്പിച്ചു. അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു. ഏൽപ്പിച്ചു കളഞ്ഞു. ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ് തീയിലിട്ടതെന്ന് ചോദിച്ചു. സത്യം തന്നെ രാജാവേ. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ദൈവപുത്രനോട് തുല്യനാ. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, നാളുകൾ കൊണ്ട് നിന്നോട് പോരാടിയതിൽ ജയമെടുക്കണമെങ്കിൽ നീ ഇന്ന് പകലിൽ ഒരു തീരുമാനം എടുക്കണം. ദൈവത്തിലേക്ക് തിരിയാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുക തന്നെ ചെയ്യുക. അവൻ സ്വർഗ ദൈവത്തിലേക്ക് തിരിയാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, പണത്തിലേക്കല്ല, സമ്പത്തിലേക്കല്ല, ഉയർച്ചയിലേക്കല്ല തിരിയേണ്ടത്. തിരിയാണ് ദൈവത്തിലേക്ക് തിരിയാൻ റെഡിയാണെങ്കിൽ ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് അവനെ മാത്രം മഹത്വം കൊടുത്ത് അവനെ മാത്രം ഉയർത്തിക്കാട്ടി അവനെ മാത്രം ദേശത്ത് വെച്ചാൽ നിന്റെ പ്രതികൂലത്തിന്റെ സമയത്ത് നിനക്കെതിരായി വരുന്ന ശക്തിയുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ചന്ദ്രക്കും മേശക്കും പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നെങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കർത്താവിനെ മാത്രമേ ഉള്ളെന്ന് പറയുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് തീച്ചൂളയിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവി വിളിച്ചു വരണം, ഞാൻ ആരാധിക്കുന്നവൻ ജീവനുള്ള ദൈവമാണ്. പാരമ്പരമായി നിങ്ങളുടെ പിന്നെ ചലിക്കപ്പെടുന്ന ശക്തി ഉണ്ടെങ്കിൽ ജയമെടുക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ 40 ദിവസം പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞത്, ആമേൻ, ചില ശക്തികൾ ചലിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആ ശക്തി ചില ഭവനത്തെ മൂടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ശക്തിയുമായിട്ട് മുന്നോട്ട് പോയി ആരാധിച്ചു കൊണ്ടിരുന്നാൽ നാളുകൾ കൊണ്ട് നിന്റെ കൂടെ ഇരുന്ന് സഭയിലിരുന്ന് ആരാധിച്ചാൽ അവരൊരു വിടുതൽ അനുഭവിക്കത്തില്ല. അവരെത്ര നാളുകൾ മുന്നോട്ട് പോയാൽ അവരൊരു അത്ഭുതങ്ങൾ കാണത്തില്ല. അവർ 18 വർഷവും 20 വർഷവും 22 വർഷവും 25 വർഷവും വിശ്വാസത്തിൽ നിന്നിട്ടും അവരൊരു അനുഗ്രഹത്തിൽ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുക, അതിനെ അഴിക്കാനുള്ള കൃപ നിന്റെ മേൽ തരാ. നീ എൻ്റെ അരികിൽ ഇരിക്കുക. 40 ദിനങ്ങൾ ഇരിക്കുമ്പോൾ അവസാനത്തെ ഒരൊറ്റ ആഴ്ച കൊണ്ട് സ്വർഗത്തിലെ ദൈവം പ്രവചനം പോലെ ഇറങ്ങി വന്ന് അവൻ കെട്ടിനെ അഴിക്കുന്നത് എനിക്ക് കാണുവാൻ ഭാഗ്യമുണ്ടായി. ഈ 40 ദിവസത്തിന്റെ അവസാനത്തെ ആഴ്ചകൾ എൻ്റെ കൂടെ ഇരുന്നവർക്കറിയാം. ഒന്നൊന്നായി എണ്ണി എണ്ണി ദൈവം പറയുവാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ എവിടെ നിന്നാ വന്നത് ഈ ശക്തി എന്ന്, എവിടെ നിന്ന് നിൽക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അതിന് അക്കമിട്ട് ഓരോന്ന് വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രദറെ പറയുന്ന സത്യമാ, പക്ഷെ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. നീ അറിയാത്തത് ചില ശക്തികളുണ്ടെങ്കിൽ ഇന്ന് പകൽ അറിയുന്ന പോലെ ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ആ ശക്തിയെ അഴിച്ചുവിടുവാൻ ഈ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുകൊണ്ട് ഉപവാസത്തോടെ ദൈവസന്നിധി എന്നിട്ട് പറഞ്ഞു, കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് തന്നാ മതി. ഈ ബന്ധനം വേണ്ടേ വേണ്ട. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ പകൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു,
ഇരുള് നീങ്ങി വെളിച്ചം വരാൻ പോകുക. ആമേ, കർത്താവ് അതിന്റെ ബന്ധനത്തെ അഴിച്ചു ദൂരെ കളയുമ്പോ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയാ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുമ്പോ അടുത്ത തല സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സഭയ്ക്കെതിരായി പോരാടുന്ന ശക്തികളുണ്ട്, വ്യക്തികൾക്കെതിരായി പോരാടുന്ന ശക്തികളുണ്ട്. അതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. പക്ഷെ പറയും, നിങ്ങൾ അറിഞ്ഞതല്ല, പത്രോസ് അറിഞ്ഞതല്ല. അവൻ ഇന്ന് ഒരേ ശക്തി നിൽക്കുകയാ. പത്രോസിനോടല്ല വിരോധം, പത്രോസ് ആരാധിക്കുന്ന ദൈവത്തോടാ വിരോധം. അവൻ പത്രോസ് ആരെ വിശ്വസിച്ചോ അവനെതിരായി ചലിക്കപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. നീ ആരെ വിശ്വസിച്ചോ, നീ ആരെ ആരാധിക്കുന്നു, അവനെതിരായി ചലിക്കപ്പെടുന്ന, നിനക്കെതിരായി ചലിക്കപ്പെടുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, അതൊരു ദേശാധിപതി ശക്തിയാണെങ്കിൽ അതിനെ ജയമെടുക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിലേക്ക് തിരിഞ്ഞോ, ഒരു അത്ഭുതം നടക്കാൻ പോകുക. ദൈവത്തിലേക്ക് തിരിഞ്ഞോ, അവൻ അത്ഭുതം നടക്കാൻ പോകുക. അവൻ നിന്റെ നേർച്ച കാഴ്ചകൾ അല്ലല്ലോ ദൈവം പ്രസാദിക്കുന്നത്, അവൻ നിന്റെ കൊടുക്കൽ വാങ്ങൽ അല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തെ നീ ആത്മാവിൽ ആരാധിച്ച ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തെ അറിയാം, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ ദിവസം ഈ വന്ന ഇന്ന് ഈ ശനിയാഴ്ച വരെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജീവിതത്തിൽ എൻ്റെ ഒരു പുതിയ അനുഭവമായിരുന്നു. എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർക്കും അറിയാം, അവർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. ആത്മാവ് ഇറങ്ങുന്നതോ, ആത്മാവ് സംസാരിക്കുന്നതോ, ആത്മാവ് വിടുതലിലേക്ക് മാറ്റുന്നതോ, പിശാച് ഇറങ്ങി മാറുന്നതോ, ഇളകി മാറുന്നതോ, അവൻ്റെ അധികാരം കൈമാറുന്നതോ ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യമുണ്ടായെങ്കിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. യേശു പറഞ്ഞ വാഗ്ദത്തത്തെ അത് അതുപോലെ റിലീസ് ചെയ്ത് കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചു പോയി സഭ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന ശക്തിയേറിയ ദൈവത്തിന്റെ, ഞാൻ പറഞ്ഞ ഒരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ മേലാത്തതിനെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടുവന്നത്. ഒരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല, ആർക്കും കണക്ക് കൂട്ടാൻ മേലാത്തത് ഇളകി വന്ന് അത് മടങ്ങിപ്പോകുന്നൊരു കാഴ്ച. അവ യേശുവിൻ്റെ മുന്നിൽ ഗദരദേശത്തെ ഭൂതമിറങ്ങിയിട്ട് വന്ന് ചോദിച്ചു, ഞാൻ എങ്ങോട്ട് പോകണം? അതേ അവസ്ഥയായിരുന്നു ഇന്നലെ. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? പന്നിക്കൂട്ടത്തിലേക്ക് പോകണോ? എങ്ങോട്ട് പോകണം? ഒരു അനുവാദം ചോദിച്ച് നിൽക്കുന്ന തലത്തിൽ ദൈവത്തിൻ്റെ ദൈവസന്നിധിയിൽ അലറുന്നതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. അതൊന്നൊന്നായി മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരു ഉറപ്പ് കൈ കിട്ടി. എന്നറിയോ? ഈ നാൾ മുതൽ ദൈവ മഹത്വത്തിനകത്ത് നിൽക്കാൻ പോകുക. ഹല്ലേലൂയ. ദൈവ മഹത്വത്തിനോട്ട് 4-5 തലമുറ കൊണ്ട് കെട്ടിയ കെട്ടിനെ തമ്പുരാൻ അഴിച്ചു മാറ്റുന്ന അത്ഭുതത്തെ കാണുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? 4-5 വർഷം കൊണ്ട് പിതാക്കന്മാരെ തൊട്ട് കെട്ടിക്കൊണ്ടുവന്ന ചില കെട്ടുകൾ അഴിഞ്ഞു മാറി പോകുന്ന കാഴ്ച കാണുക. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ കൃപ ചെയ്തെങ്കിൽ അത്ഭുതമെന്ന് പറയട്ടെ, അത്ഭുതമെന്ന് പറയട്ടെ. ആരാധനയുടെ മധ്യത്തിൽ സ്വർഗം വെളിപ്പെടുന്ന ഞങ്ങൾക്ക് കാണാനിടയായി, ദൂതന്മാർ ഇറങ്ങുന്ന ഞങ്ങൾക്ക് കാണാനിടയായി. അവർ പോലും ചിന്തിക്കാത്തതാ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഇന്ന് വരെ ഞാൻ പറയാം, പഴയതിനേക്കാൾ എത്രയോ ഉപരിയായി നിന്നുകൊണ്ട് ഒരു ചരിത്രം വായിക്കുന്ന പോലെ, ഒരു പേപ്പറിൽ എഴുതി വെച്ച് ചരിത്രം വായിക്കുന്ന പോലെ അങ്ങോട്ട് ചോദിക്കും പറയും അങ്ങനല്ലെന്ന് പറയുമ്പോൾ വീണ്ടും ദൂതം പറയുക അങ്ങനല്ല ഇങ്ങനാണെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ട് അതിന്റെ കെട്ടിനെ തമ്പുരാൻ അഴിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായവൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, യേശു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു യോഗ്യനില്ല. ഞങ്ങൾ ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം വഴിമാറി വരുന്ന അത്ഭുതങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് സഭയോട് ഞാൻ വിളിച്ചു പറയാം, യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്, യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്, യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് ഈ പിശാചിന്റെ ബന്ധനത്തെ അഴിക്കുവാനാണ്. Oh, hallelujah, 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 hallelujah. Amen, hallelujah. ആത്മാവ് ഇറങ്ങി ഇടപെടാൻ തുടങ്ങിയ, ആത്മാവ് ഒരു തീയായി മാറാൻ തുടങ്ങിയ, ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയ ഇന്ന് പകലിലും എഴുതി വെച്ചോ, നിന്റെ ഭാവിയെ ദൈവം മാറ്റി എഴുതി കഴിയും. ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം. അന്നേരം ദൈവസന്നിധി കരയുവാൻ തുടങ്ങി. ഞാൻ ദൈവസന്നിധി നിലവിളിക്കാൻ തുടങ്ങിയപ്പോ ദൈവം ഒരു ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, വെട്ടിക്കിളിയും തുള്ളനും തിന്നു മുടിച്ച ഒരു കാലമുണ്ടല്ലോ, ആ
കാലത്തെ നിനക്ക് ഞാൻ തിരിച്ചു തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഞാൻ സഭയോട് വിളിച്ചു പറഞ്ഞു, നാളുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് ഈ നാളുകളിൽ മടങ്ങി വരാൻ പോകുകയാ. യേശു പറയുന്നു നഷ്ടപ്പെട്ടതിനെ ഞാൻ തിരിച്ചു തരും യേശുവിന്റെ നാമത്തിൽ. ഒരു പ്രവചന ശബ്ദം പണ്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എഴുതി വെച്ചോ. 30 ലക്ഷം വലുത് നിനക്ക് ഇന്നാണെങ്കിൽ 30 ലക്ഷം ഒന്നുമല്ലെന്ന് പറയുന്ന ഒരു കാലം നിന്റെ മുന്നേ വരാൻ പോകുകയാ. ഇന്ന് 30 ലക്ഷം നിനക്കൊരു ഭാരമാണെങ്കിൽ 30 ലക്ഷം നിനക്കൊരു ഒന്നുമല്ലെന്ന് പറയുന്ന ഒരു കാലം നിന്റെ മുന്നിൽ വെളിപ്പെടുമെന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞപ്പോ അത് സ്വർഗ്ഗം അത്ഭുതമായി മാറിയെങ്കിൽ ഇന്ന് പകൽ ഇറങ്ങി വെച്ചോ. പിശാചിനെ നിന്നെ തൊടാൻ പറ്റത്തില്ല, പിശാചിനെ നിന്നെ തൊടാൻ പറ്റത്തില്ല. ആ കാലം കഴിഞ്ഞു. എന്റെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടു. എത്ര പേര് ആമേൻ പറയുന്നു? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ആരാധിച്ചപ്പോൾ ഒരു തോന്നൽ വന്ന് എന്നാന്നറിയാവോ? ചന്തക്കും മേശക്കും അഭേദഹോമവും ഒക്കെ ആരാധിച്ചപ്പോൾ തീക്കകത്ത് ആരാധിക്കുന്നേ. ഹല്ലേലൂയ. അമ്മ തീക്കകത്താ. ഞങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ ആദ്യമേ തന്നെ വെളിപ്പെട്ടു. അപ്പം അമ്മ പ്രതികൂലത്തെയൊക്കെ ആദ്യമേ തന്നെ ആദ്യത്തെ ദിവസത്തെ ആരാധനയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ കാര്യങ്ങൾ മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മളിത് മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അമ്മ ദൈവം പറയും, കർത്താവ് പറഞ്ഞ് ആരാധിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ഈ ആത്മാവി നിറഞ്ഞ് ആരാധിക്കുമ്പോൾ, ചന്ദ്രക്കും മേശക്കും അഭേദഹോമം ആരാധിക്കുമ്പോൾ നാലാമതായ ഒരുവൻ തീക്കകത്തേക്ക് ഇറങ്ങി വന്ന പോലത്തെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ പറയാം, ആ കെട്ടിനെ തമ്പുരാൻ അഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഴിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേ. ബന്ധനത്തെ അഴിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, അഭിഷേകം പകരുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, ശുശ്രൂഷയെ മാറ്റുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, അത്ഭുതം നടക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അറിയണം, ചെയ്തത് വലുതാ. ഞാനിന്ന് കഴിഞ്ഞ അവസാനമായപ്പോൾ ഞാൻ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് സങ്കടം നിൽക്കാൻ മേല. ഞാൻ പറഞ്ഞത് ഇതൊരു ചെറിയ പ്രവൃത്തിയല്ല. എൻ്റെ ഉള്ളിലൊരു ഭയം പോലെ തോന്നി. ഇതൊരു ചെറിയ പ്രവൃത്തിയല്ല, ഇതൊരു വലിയ പ്രവൃത്തിയാണ്. ഇത് ചെറുതല്ല. വർഷം കൊണ്ട് ചലിച്ചുകൊണ്ടിരുന്നത് അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. വർഷം കൊണ്ട് നിന്റെ തലമുറയോട് ചലിച്ചത്, വർഷം കൊണ്ട് നിന്റെ പിന്നാലെ വന്നത്, നിന്റെ പിതാക്കന്മാരുടെ പുറകെ വന്നത് ഇവിടം കൊണ്ട് ആമേൻ ഈ ദേശത്ത് ഈ ആരാധനാലയത്തിൽ അവസാനിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഒരു കല്ലെടുത്തങ്ങോട്ട് കുഴിച്ചിട്ടിട്ട് പറഞ്ഞു, ആമേൻ ഇനിയും ഈ സൈന്യം ഞങ്ങളുടെ മേൽ വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എബനേസർ എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് അറിഞ്ഞു അതിനി ഞങ്ങളുടെ മേൽ വരത്തില്ല. ആമേൻ. എത്ര പേർ ആത്മാവിനകത്ത് വിളിച്ചു അതിനി ഞങ്ങളെ തൊടത്തില്ലെന്ന് പറയുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിക്കപ്പെടുമ്പോൾ, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തകർക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ യേശുവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. വായിച്ചു ലൂക്കോസിന്റെ സുവിശേഷം, അല്ല കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, അതിക്രമങ്ങൾ നാം ചെയ്തു കൂട്ടിയതെല്ലാം ആര് ക്ഷമിച്ചു കഴിഞ്ഞു? കർത്താവ് ക്ഷമിച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചുകൊണ്ടിരുന്നതിന്റെ അപ്പൂപ്പന്മാർ ചെയ്ത ചില കാര്യങ്ങളാ. ഇതുകൊണ്ട് നിന്നെയും വിടത്തില്ല. പിതാക്കന്മാർ അകൃത്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ടോണ്ടിരിക്കുന്ന നാളുകൾ ഇവിടെ പറഞ്ഞു, നിനക്ക് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തിനെ മായ്ച്ച് കർത്താവ് അങ്ങ് മായ്ച്ചു, ക്രൂശിൽ തറച്ചു, അതിനെ അങ്ങ് നീക്കിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും. അതാ സംഭവിച്ചത്. നാളുകൾ കൊണ്ട് നിന്നിരുന്ന സാധനം വാഴ്ച ഒരു ഉയർച്ചയിലേക്ക് വരുമ്പോൾ ഉയരാൻ സമ്മതിക്കത്തില്ല. നന്മ വെളിപ്പെടുമെന്ന് പറയും, നന്മ വെളിപ്പെടത്തില്ല. നല്ല തെങ്ങ് ഇഷ്ടം പോലെ തേങ്ങ മൊത്തം മണ്ടലി, നല്ല മാവ് ഇഷ്ടം പോലെ മാങ്ങ മുഴുവൻ പുഴു. നല്ല മാവിനെ വളർത്തിക്കൊണ്ടുവന്നു, പക്ഷെങ്കിൽ വന്നു കഴിഞ്ഞ് ആറ്റിലോട്ട് അതിൻ്റെ കമ്പ് കായ്ക്കുന്നതല്ല, ആറ്റിലോട്ട് ഫലത്തിൽ വരത്തില്ല. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്, നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിന് പറയുന്നു വാഴ്ചകളുണ്ട്, ചില അധികാരങ്ങളുണ്ട്. അതിനെ എൻ്റെ കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. എന്നിട്ട് പറയാ, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി.
അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഇന്ന് പകൽ നിങ്ങളുടെ അണ്ടർലൈൻ ചെയ്ത് എഴുതി വെച്ചോ, നിന്നെ നിന്ദിച്ചവരെ, നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ തമ്പുരാൻ നിന്നെ നടത്തും. നീ അനുഭവിച്ച ദുഃഖവും നീ അനുഭവിച്ച നിന്ദയുടെ മുന്നിൽ നിന്നെ തപ്പി നടക്കുന്ന കാലം വിദൂരമല്ല. നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുന്നിൽ, നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ, നിന്നെ കരയിച്ചവരുടെ മുന്നിൽ എൻ്റെ തമ്പുരാൻ ഉയർത്തി നിർത്തുന്ന കാലമാ. വാഴ്ച അവസാനിച്ചു. യേശുവിന്റെ ജയം വരാൻ പോവുക. ഹല്ലേലൂയ. ആരും അറിയാതെ പോയി നിലവിളിച്ചിട്ടില്ലേ? ആരും അറിയാതെ പോയി കൊട്ടിപ്പൊട്ടി കരഞ്ഞിട്ടില്ലേ? കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ ഈ അനുഭവിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, അവർക്ക് വേണ്ടി സൗഖ്യത്തിന് യാചിച്ചിട്ടേ ഉള്ളൂ, അവർക്ക് വേണ്ടി ദിനങ്ങളോളം ഉപവസിച്ചിട്ടേ ഉള്ളൂ. എന്തിലും എന്തെൻ്റെ കർത്താവെ ഇങ്ങനെ കേൾക്കേണ്ടവെന്ന് പല നാളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ആൻസർ ചെയ്യുക, അവരുടെ മധ്യത്തിൽ കൂടെ നടത്താൻ അറിയുന്ന ഒരു നസറനാം യേശു എനിക്കുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിന്നെ നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ മുന്നിൽ ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്തി നിർത്തുന്ന കാലം വിദൂരമല്ല. അത് സംഭവിക്കാൻ പോകുക. അത് സെപ്റ്റംബർ മാസം 17 കടക്കത്തില്ല. അതിനു മുമ്പേ ഉറവച്ചാൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടും, നിന്റെ കുഞ്ഞുങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത പോലെ ചില വാതിലുകൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാ. അത് പട്ടണത്തിന്റെ വാതിൽ. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ പറയാ, ആമി പത്രോസിന് വേണ്ടി പട്ടണത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ ഇന്ന് എഴുതി വെച്ചോ, നിനക്ക് വേണ്ടി ചില പട്ടണത്തിന്റെ വാതിലുകളെ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നാളെ നിൽക്കണ്ട, അധികം കാലം നിന്റെ മുന്നിലില്ല. അതിനു മുമ്പ് ദൈവം പറയുക, 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം നിന്റെ ഭവനത്തിൽ വെളിപ്പെടും. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന് 14-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഈ നാളുകളിൽ സ്തോത്രം പറയാൻ തുടങ്ങുക. ഈ നാളുകളെ സ്തോത്രം പറയാൻ തുടങ്ങുക. സെപ്റ്റംബർ 17 കഴിഞ്ഞാൽ സ്തോത്രം പറയാൻ തുടങ്ങുകയാ. എന്നാന്നറിയോ? സകലയിടത്തും ദൈവം ജയോത്സവമാക്കി നടത്താൻ പോവുക. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ഒരു ജയോത്സവകരമായ ഒരു നടത്തിപ്പ് വരാൻ പോവുക. ഒരു ജയോത്സവപരമായ ദൈവത്തെ വളപ്പാൻ പോവുക. ആമീൻ. ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, അമ്മേ, ആത്മാവിനകത്തൊരു പ്രവചന ശബ്ദമുണ്ടായിരുന്നു. ചെറിയൊരു പ്രവചനമല്ല, ശക്തിയേറിയ പ്രവചനമാണ്. മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. ഷാരോണോടൊരു പ്രവചനം കിടക്കുമായിരുന്നു. അമ്മ ശക്തിയേറിയ പ്രവചനമാണ്. പലപ്പോഴും ഞങ്ങളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. വലിയൊരു പ്രവചനമാണ്. ആ പ്രവചനത്തിന്റെ പുറകിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഒരു പ്രവചനത്തിന്റെ പുറകിൽ, ഇവൻ അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ പ്രവചനത്തിന്റെ പുറകിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നോട് പറയുന്നത്, നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, എൻ്റെ അരികിലിരിക്കും, ഒരു കാര്യം നിന്നോട് സംസാരിപ്പാനുണ്ട്. വീണ്ടും ഞാൻ വിഷയത്തിൻ്റെ മുകളിൽ പോയി ഇതെന്താണെന്നറിയാൻ. അപ്പോൾ ഒരു സ്ക്രീൻ അപ്പുറയാണ് നിൽക്കുന്നത്. ഇവിടെ പ്രവചനമുണ്ട്, പക്ഷേ സ്ക്രീൻ അപ്പുറ കനാൻ ദേശം പോലെ നിൽക്കുക. മോശ കനാൻ കണ്ട പോലെ ഇവൻ ആ അനുഭവം നിൽക്കുന്നത്, പക്ഷെ അത് റിലീസ് ചെയ്യത്തില്ല. എന്നോട് പറഞ്ഞ് പ്രവചനം റിലീസ് ചെയ്യത്തില്ല, മുന്നോട്ട് പോകത്തില്ല. ഇതിൻ്റെ പുറകിൽ ഒരു നിൽപ്പുണ്ട്, ഇവനെ മുന്നോട്ട് തടയാതെ. എന്നോട് പറഞ്ഞു ഇവനെ തടഞ്ഞത്, ഇവൻ്റെ അപ്പനെ തടഞ്ഞ്, അവൻ്റെ അപ്പനെ തടഞ്ഞത് അപ്പൂപ്പൻ്റെ കാലത്തു നിന്ന് വന്നൊരു സംഭവം. ഇതിനെ വെളിപ്പെടുത്തിക്കൊണ്ടുവന്ന് മാറ്റണമെന്ന് പറഞ്ഞു. തമ്പുരാൻ്റെ കൃപയെ ഞങ്ങൾ ഒരുമിച്ച് 40 ദിവസം ഇരിക്കാൻ ഇടയായി. കർത്താവ് അതിനെ അങ്ങ് മാറ്റി. പ്രവചനം നിൻ്റെ മേൽ റിലീസും ചെയ്തു. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ പറയാ, ആ ഇരുള് നിന്റെ മേൽ മാറി. ഇനി നിന്റെ മേൽ വരുന്ന പ്രവചന ശബ്ദമാണ്. ആ പ്രവചനം നിന്റെ മേൽ തന്നെ വെളിപ്പെടും. ഇന്ന് ആത്മാവിനകത്തിട്ടെടുത്തു. അതിനെ തടയുവാൻ ഒരു ഫെലിസ്ത്യ ശക്തിക്കും പറ്റത്തില്ല. ഒരു ഉരതോ ശക്തിക്കും പറ്റത്തില്ല. നിന്റെ മേൽ ദൈവം വാഗ്ദത്തം വിട്ടെ. ആ സമയം തന്നെ ഞാൻ വിളിച്ചു പറയാം, തലമുറയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവൻ ഈ ദിവസങ്ങളിൽ റിലീസാവും. സഭയ്ക്കകത്തുനിന്ന് ഇറങ്ങിപ്പോയൊരു ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കേണ്ട, അത് നടക്കത്തില്ല. അത് അവിടെ തന്നെ സ്റ്റോപ്പാ. സഭയ്ക്കകത്ത് നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ജീവൻ പ്രാപിക്കാൻ പോകും ഈ ദിവസങ്ങളിൽ. ആമീൻ. ഏറ്റെടുത്തു. സഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന സകല കുഞ്ഞുങ്ങളുടെ മേലും എന്നോട് കർത്താവ് ഇന്നലെ രാത്രി പറഞ്ഞതാ, ഈ സഭയ്ക്കകത്ത് നിൽക്കുന്ന സകല കുടുംബങ്ങളോട് ആത്മാവ് പറഞ്ഞത് ഈ ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ പോവാ. അത് മുഴുവൻ ദൈവത്തിന്റെ അത് റിലീസ് ചെയ്യാൻ പോവാ. ആമീൻ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. അത് മഞ്ഞായി മഴയായി ഇറങ്ങി വരും. അത് മഞ്ഞായി മഴ
മഴയായി ഇറങ്ങി വരിക. തലമുറയ്ക്കകത്ത് വ്യത്യാസങ്ങൾ വരാൻ പോകുക. തലമുറയുടെ ജീവിതത്തിനകത്ത് വ്യത്യാസങ്ങൾ വരാൻ പോകുക. തലമുറയെ ദൈവത്താൽ പിടിക്കപ്പെടാൻ പോകുക. അവരുടെ മുന്നിലുള്ള വാതിലുകൾ ദൈവം തുറക്കപ്പെടാൻ പോകുക. നിന്നോടൊരു ആത്മാവിന്റെ പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലറിഞ്ഞു, അതിനെ തടയുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. അത് നിന്റെ മേൽ ഇറങ്ങി വരും. അത് ഏലിയാവിന്റെ ആത്മാവാണെങ്കിലും, ഏലിശയുടെ ആത്മാവാണെങ്കിലും, പത്രോസിന്റെ ആത്മാവാണെങ്കിലും, ഇരട്ടി പങ്കിൽ നിന്നോണ്ട് ഞാൻ ശുശ്രൂഷയിൽ വിളിച്ചു പറയുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. Power the Holy Spirit. Hallelujah. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകലിൽ? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിക്കകത്ത് അറിയണം. ഇനിയും ആമേൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ വേണ്ടിയാ. ആമേൻ എന്നെ ദൈവം കാണിച്ചത് അവനെ ഒരു IAS കാരനായിട്ടാണെങ്കിൽ അത് അതുപോലെ തന്നെ കർത്താവ് അത് ചെയ്തിരിക്കും. ആമേൻ എന്നെ ദൈവം തമ്പുരാൻ കാണിച്ചത് അവനെ ഒരു IAS കാരനാണെങ്കിൽ അത് അതുപോലെ തന്നെ സംഭവിച്ചു. ആമേൻ ഒരിക്കലും തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ കൈക്കകത്ത് കൈക്കുഞ്ഞിരിക്കുന്ന ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരുടെ കൈക്കകത്ത് ദൈവം തമ്പുരാൻ കൈക്കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. ആമേൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവമാണ് ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്നത്. ദൈവമാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. യേശുവാണ് എൻ്റെ കർത്താവെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ പറയാം, ആമേൻ ചില ഫെലിസ്ത്യ ശക്തികളോ ആമേൻ ചില ഹെരോദ ശക്തികളോ ഇനി നിന്റെയോ നിന്റെ തലമുറയുടെ മേലോ അത് വരികയേ ഇല്ല. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇനി നിന്റെ തലമുറയെ തകർക്കുമെന്ന് പറയുന്നതോ, നിന്റെ ബിസിനസിനെ തകർക്കുമെന്ന് പറയുന്നോ, നിന്റെ നന്മയെ തകർക്കുമെന്ന് പറയുന്നോ ഒരു ശക്തിയും ഇനി വരത്തില്ല. ഇനി നിനക്ക് വരാൻ പോകുന്ന സൗഖ്യങ്ങളും വിടുതലുകളുമാ. കാരണം ക്രിസ്തു യേശുവിൽ ജയോത്സവമായി ദൈവ ദിനം പ്രതിദിനം നടത്തും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ പകൽ നിങ്ങൾ അറിയണം, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറയാം, 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂടി ഞാൻ ഉറങ്ങിയിട്ടില്ല. ദൈവശബ്ദത്തിൻ്റെ പുറകെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. ഇന്നലും ഉറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പകൽ ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തെ വിട്ട് മാറിപ്പോവല്ലേ. ദൈവത്തെ വിട്ട് മാറിപ്പോവല്ലേ. ദൈവത്തെ വിടാൻ പല സാഹചര്യങ്ങൾ വരും. ചില പ്രോത്സാഹനങ്ങൾ കിട്ടും ദൈവത്തെ വിടാൻ. എന്നാൽ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവന് വേണ്ടി സ്വർഗമിറങ്ങും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഫാദർ ഐ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ വിടുവിച്ചത്, നമ്മളെ ഉയർത്തിയത് സർവശക്തനായൊരു ദൈവമാണ്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുന്നേ. പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരുടെയും ജീവിതത്തിനകത്ത് വലിയ പ്രതിസന്ധിയിൽ അവരെ കൊണ്ടിട്ടിട്ട് അവർക്കതിൽ നിന്ന് പുറത്തു പോലും വരാൻ പറ്റത്തില്ല. ചിലർ വിളിക്കും, പറയുന്ന ബ്രദർ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വർഷങ്ങളായി, ഇതിൽ നിന്നൊരു മോചനമില്ല. എന്നോടൊന്ന് സഹതപിക്കാൻ, എൻ്റെ കൂടെ ഒന്ന് കരയാൻ പോലും ആരുമില്ല. എൻ്റെ കണ്ണുനീര് കേൾക്കാൻ ആരുമില്ല. കേൾക്കുന്നവർ എന്നെ പഴിക്കുന്നൊരു കാലം, എന്നെ നിന്ദിക്കുന്നൊരു കാലം. ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയും സഹോദരാ എന്ന് ചോദിച്ച് ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്കിതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങളെ ഒന്ന് കൈപിടിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഇന്ന് പകലറിയാം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുമെന്നോട് കർത്താവ് എന്താ പറഞ്ഞേ? ആർക്കും കൈപിടിക്കാൻ പറ്റത്തില്ലാത്തടത്ത് നിന്നാലും ചിലരെ കൈപിടിക്കുവാൻ ഞാൻ കൊണ്ടാക്കി കൊടുക്കും. നിനക്ക് വേണ്ടി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിനക്ക് വേണ്ടി നിന്റെ കൂടെ നിൽക്കാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ കണ്ണുനീരിൻ്റെ കൂടെ കർത്താവ്, നിന്റെ പ്രതികൂലത്തിൻ്റെ കൂടെ നിനക്ക് വേണ്ടി പുതുവഴികളെ തുറന്നു വരുവാൻ, നിനക്ക് ആലോചനയെ പരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ പകലിലും അറിയണേ, കർത്താവിനേക്കാൾ വലിയവൻ ആരുമില്ല. കർത്താവിന് കൊടുക്കാനുള്ള മഹത്വം മുഴുമഹത്വം കൊടുത്തോണം. ആമീൻ. നീ കർത്താവിനെ വിശ്വസിക്കണം. നീ കർത്താവിനെ വിശ്വസിക്കണം പൂർണ്ണമായിട്ടും. എൻ്റെ കർത്താവ് ഈ പ്രതികൂലത്തിൽ നിന്ന് ഒരത്ഭുതമാക്കി മാറ്റും. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരെയൊക്കെയോ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പൗലോസിൻ്റെ അടുത്ത് അനന്യാസിനെ പറഞ്ഞു വിടുന്ന പോലെ അനന്യാസ് പറഞ്ഞു, ഞാൻ എങ്ങനെ പോകും ചോദിക്കും. പറയുന്നു, അനന്യാസെ പൊയ്ക്കൊള്ളുക, ഞാൻ നിന്നോട് സൽപ്പിച്ചതാ. ആമീൻ. അതുപോലെ ചിലരെ ദൈവം ഈ നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. ആമീൻ. കർത്താവ് നിങ്ങളുടെ കരം പിടിക്കും. കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. യേശു കർത്താവിൻ്റെ നാമത്തിൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക.